കാൽവരി മലമുകളിൽ ക്രൂശിച്ചു നാഥനെയവർ, താതൻ മാനവ രക്ഷയ്ക്കായി ക്രൂശിന്മേൽ യാഗമായി. When I was dying, when I was heading towards hell, God was sending His Son Jesus to this world to die for me. That's the love of Jesus. അത് യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. But that is only one face of God. അത് ദൈവത്തിന്റെ ഒരു മുഖമാണ്. ദൈവത്തിന്റെ കാണാനിരിക്കുന്ന ഒരു മുഖമുണ്ട്. എന്താണെന്നറിയാമോ? വരാൻ പോകുന്ന ന്യായവിധിയിൽ തീഷ്ണവാനായ ദൈവം മനുഷ്യനെ അവന്റെ പ്രവൃത്തിക്കനുസരിച്ച് വിധിക്കുന്ന ദൈവത്തിന്റെ ന്യായം മറുവശത്ത്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുഖം നമ്മൾ കണ്ടു, പക്ഷേ ദൈവത്തിന്റെ ന്യായം വെളിപ്പെടാനിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്നേഹത്തിന്റെ മുഖത്തെ ആലിംഗനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ ന്യായത്തിന്റെ മുഖത്തെ നേരിടുവാനുള്ള യോഗ്യത, അല്ലെങ്കിൽ അതിന് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പോൾ പറയുന്നു, യെസ്, ഗാഡ് ഹാസ് കം ഡൗൺ. ക്രിസ്തു റോമാലേഖനത്തിൽ പൗൾ പറയുന്നു, യെസ്, അവൻ എന്ത് ചെയ്തു? അവൻ കാൽവറി ക്രൂശിൽ മരിച്ചതുകൊണ്ട്, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ അവന്റെ സ്നേഹം നമുക്ക് പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആ കാൽവറി ക്രൂശിന്റെ ദർശനം പ്രാപിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനം വെളിപ്പെടേണ്ടതാകുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനും വെച്ചിരിക്കുന്നു, നിയമിച്ചിരിക്കുന്നു. So we are heading towards a judgment. അതിന് സംശയമൊന്നുമില്ല. ഇതറിഞ്ഞിട്ട് ആ വ്യത്യസ്തത മനസ്സിലാക്കിയിട്ട് സ്നേഹത്തിന്റെ ആശ്വാസമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷെ ന്യായവിധി ഭയപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ പേഴ്സ്യൂ ചെയ്യുന്നു. അതായത് കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള നല്ല പ്രകാശനങ്ങളും പ്രദർശനങ്ങളും പ്രസംഗങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ മറ്റേ മുഖത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോകരുത്. 2000 വർഷം മുമ്പ് കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ തേടി വന്നത്. നമ്മുടെ ചിന്ത എന്നും അവൻ വരുന്നത് പാപികളെ തേടി തന്നെ ആയിരിക്കുമെന്ന്. അതുകൊണ്ട് കുഴപ്പമില്ല, ഇനി അവൻ രണ്ടാമത് വരുന്നതും അവൻ പാപികളെ തേടി ആയിരിക്കുമെന്ന് നമ്മുടെ ചിന്ത. പ്രിയമുള്ളവരെ, ഇനിയത്തെ അവന്റെ വരവ് അവൻ പാപികളെ തേടിയല്ല, പ്രത്യുത അവന് വേണ്ടി നോക്കി കാത്തിരിക്കുന്ന ശുദ്ധയും നിഷ്കളങ്കയുമായ അവന്റെ മണവാട്ടിയെ തിരക്കിയാണ് അവൻ വരുന്നത്. ഇനി അവൻ വരുന്നത് പാപികളെ തേടിയല്ല. അവൻ പാപികളെ തേടി 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നു. അതാണ് അവന്റെ സ്നേഹത്തിന്റെ മുഖം. എന്നാൽ ഇനി അവൻ വരുന്നത് അവന്റെ മണവാട്ടിയെ അവനോടുകൂടെ ചേർക്കുന്നതിനും അതിനുശേഷം അവനെ തിരസ്കരിച്ചവരെ ന്യായം വിധിക്കുന്നതിനുമാണ്. ഞാൻ രാജാവാകുന്നത് ഇഷ്ടമില്ലാത്ത ആളുകളെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ ആ രാജത്വം പ്രാപിച്ചു വന്ന വ്യക്തിയുടെ ഉപമ നിങ്ങൾ മറന്നുപോകരുത്. അതുകൊണ്ട് കർത്താവിനെ ഭയപ്പെടണം. കർത്താവിനെ നമ്മൾ സ്നേഹിക്കാൻ പറ്റും, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. പക്ഷേ ന്യായവിധി ഭയത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവിനെ പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ യേശുവിന്റെ എല്ലാ ഫേസസും പ്രസംഗിക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഈസിയാണ് പ്രസംഗിക്കാൻ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു, അവനിതാ നിങ്ങളുടെ കടം മാറ്റുന്നതൊക്കെ പ്രസംഗിക്കാൻ ഈസിയാണ്. നമ്മൾ ഒരു ഫേസാ പറയുന്നത്. ഇതാരും ചെയ്യത്തില്ല, കർത്താവ് ചെയ്യത്തില്ലെന്ന് പറയുന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് നമ്മളുടെ രോഗം മാറ്റാനും കടം വീട്ടാനും വീട് നൽകാനും മാത്രമായി വരുന്ന ഒരു യേശുവല്ല, പ്രത്യുത നമ്മെ ന്യായം വിധിക്കുവാനായി ഇറങ്ങി വരുന്ന യേശുവാണ്. അവൻ കർത്താവാണ്. അവൻ കർത്താവാണ് എന്ന് പറയുമ്പോൾ വിധികർത്താവാണ് എന്ന് ഓർക്കണം. കർത്താവ് എന്ന് പറയുമ്പോൾ പല അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് ഓടിക്കൂടിയ യഹൂദന്മാരായ വ്യക്തികളോട് സുവിശേഷം അറിയിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും അറിയട്ടെ. അവിടെ കർത്താവ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിധികർത്താവാണെന്നാണ്. അതായത് 50 ദിവസം മുമ്പ് നിങ്ങൾ യേശുവിന്റെ വിധി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. അവരാ വിധി പറഞ്ഞത്. നിങ്ങൾ ആരെ വിധിച്ചോ ആ യേശുവിനെ ദൈവം നിങ്ങളുടെ വിധികർത്താവാക്കിയിരിക്കുന്നു എന്നതാണ് സുവിശേഷം.
ഇതിനെ മറന്നു പോകരുത്. അതുകൊണ്ട് കർത്താവിനെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട്, അതായത് കർത്താവിന്റെ സ്നേഹത്തിന്റെ മുഖത്തോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്നേഹത്തിന്റെ മുഖത്തെ സ്വീകരിക്കാത്തവർക്ക് വരാൻ പോകുന്ന വലിയ ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളതായ തിരിച്ചറിവുണ്ടാകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങളവരെ ഞങ്ങൾ മനുഷ്യരെ എന്ത് ചെയ്യുന്നു? സമ്മതിപ്പിക്കുന്നു, പേഴ്സ്യൂ ചെയ്യാണ്. ഞങ്ങളവരുടെ പുറകെ പോകുകയാണ്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ സ്വകാര്യതകളെ പോലും, ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ മാന്യത തന്നെ വിട്ടുപോകേണ്ടി വരും. പലപ്പോഴും അവരുടെ സ്വകാര്യതകളിലേക്ക് കടന്ന് അവരോട് നമ്മൾ പ്ലീഡ് ചെയ്യേണ്ടി വരും. ആരുടെയും സുവിശേഷം ആരുടെയും കഴുത്തിനകത്തോട് തള്ളിക്കയറ്റിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ അവർക്ക് ഇഷ്ടമുള്ളവരോട് മാത്രം സുവിശേഷം പറയാൻ പലപ്പോഴും നമുക്ക് പറ്റത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പം ഇഷ്ടമില്ലാത്തവരോട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സുവിശേഷം പറയേണ്ടി വരും. പേഴ്സ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ അതാണ്, പുറകെ നടന്ന് പറയുകയാണ്. പലപ്പോഴും നമ്മളൊരു ശല്യമാണ് മറ്റുള്ളവർക്ക്, അല്ലേ? സുവിശേഷം അറിയിക്കുന്ന ആളുകൾ മറ്റുള്ളവർക്ക് ഒരു ശല്യമാണ്, അല്ലേ? ഞാനൊരു വ്യക്തിയോട് പറഞ്ഞപ്പോഴത്തേക്ക്, സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഭർത്താവ് വിശ്വാസിയാണ്, ഭാര്യ വിശ്വാസിയല്ല. ഭാര്യ പറയുന്നത്, ഞാനങ്ങ് മടുത്തു ഈ മനുഷ്യനെ കൊണ്ട്. എപ്പോഴും എന്ത് ചെയ്യാണ്? സുവിശേഷം പറയാണ്. എന്റെ കസിൻസിനെ കണ്ടാലും സഹോദരന്മാരെ കണ്ടാലും എല്ലാം അവരിപ്പോ ഇങ്ങനെ കാണുമ്പോഴേ ഓടും. കാര്യം എന്താണ്? അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളല്ല ഇങ്ങേര് സംസാരിക്കുന്നത്. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം സംസാരിക്കാനല്ല ദൈവം നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. പിന്നെ ഇത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാണോ? അത് നിങ്ങൾ ആലോചിക്കണം. ഈ സ്വകാര്യതകളിലേക്ക് ചിലപ്പോഴെങ്കിലും കടന്നുകയറ്റം നടത്തുന്നതിന്റെ കാരണം എന്താണ്? ബിക്കോസ് നമുക്ക് ആ ഒരു യാഥാർത്ഥ്യം വെളിപ്പെട്ട് കിട്ടിയതുകൊണ്ടാണ്. ആ വെളിപ്പാടാണ് സുവിശേഷം അറിയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എന്ത്? ഈ പറയുന്ന ഈ വ്യക്തിയും ഞാൻ കാണുന്ന ഈ വ്യക്തിയും എന്റെ സഹോദരനും എന്റെ സഹോദരിയും എന്റെ മാതാവും എന്റെ പിതാവും എന്റെ കസിൻസും എന്റെ അയൽവക്കക്കാരനും ഒക്കെ ഒരു ദിവസം എവിടെ നിൽക്കേണ്ടി വരും? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അതിനുവേണ്ടി അവനെ ഒരുക്കാനാണ് ഞാൻ ഈ പെടാപ്പാടെല്ലാം പാടുന്നത്. ഞാൻ കൈരളി പീപ്പിളില് ടെലിവിഷനിലെ ഒരു പ്രാവശ്യം അവർക്ക് ക്വസ്റ്റ്യൻ ആൻസർ പോലെയുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു. അവര് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഈ ആളുകൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ്. അപ്പം ഒരാൾ ചോദിച്ച ഒരു ചോദ്യം, അത് വളരെ രസകരമായിട്ടാണ് അയാൾ ദേഷ്യത്തോടെ ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ഡയറക്ട് സെയിൽസുകാരെ കൊണ്ടും സുവിശേഷ വേലക്കാരെ കൊണ്ടും തോറ്റു. ഈ ഡയറക്ട് സെയിൽസുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഡിങ് ഡിങ് എന്ന് പറഞ്ഞ് ബെല്ലടിച്ചിട്ട് സർ ഇന്ന് പറഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മൾ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പണിയെടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ ഡിങ് ഡിങ് കേൾക്കുന്നത്. അതോടെ ആ ദേഷ്യം തീർക്കാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവൻ എന്നാ നല്ല പ്രോഡക്റ്റ് ഉണ്ടെന്നാലും കൊടുക്കാൻ തോന്നുന്നില്ല, ഇല്ലേ? വാങ്ങിക്കാൻ തോന്നുന്നില്ല. ഇതേപോലെയാണ് സുവിശേഷ വേലക്കാരും. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളുടെ സ്വകാര്യതകളിലേക്ക് കടന്നുകയറ്റാൻ നടത്താൻ ആരാണപ്പാ ഇവർക്കൊക്കെ അനുവാദം കൊടുത്തതെന്ന്? അവരുടെ സ്വകാര്യതകളിലേക്ക്. ശരിയല്ലേ? ഒരുത്തന്നെ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ച് അവനെ വിളിച്ചു വരുത്തി ഒരു ട്രാക്ട് കൊടുത്താൽ അവന്റെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്തുകയാണല്ലോ. അത് ശരിയല്ലല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻലി സ്പീക്കിംഗ് അത് ചെയ്യരുതാത്ത കാര്യമാണ്. നേരത്തെ അപ്പോയിന്റ്മെന്റ് ഒക്കെ വാങ്ങിച്ചൊക്കെ വേണ്ട നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷെ ചിലപ്പോൾ അല്ലാതെ അങ്ങ് ചെയ്തു പോകും. അപ്പം ഈ ഒരു ചോദ്യത്തിന് ഞാൻ അവിടെ ആൻസർ ചെയ്തൊരു കാര്യം, ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി ഇതാണ്: ഒരു മലയുടെ മുകളിൽ 3 നിലയുള്ളൊരു കെട്ടിടം, ഒരു നല്ലൊരു വലിയൊരു വീട്. ആ വീടിന്റെ മുകളിലത്തെ നിലയ്ക്ക് തീ പിടിച്ചു. അവിടെ ആരും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പൊ താഴെ ഉള്ള അത് ആ മല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഹിൽ. ആ വീടിന്റെ താഴെയുള്ള വീട്ടുകാര് എല്ലാം ഇത് കണ്ടിട്ട്, തീ കണ്ടിട്ട് ഓടിക്കൂടി. അവരെല്ലാരെയും വിളിച്ചുകൂട്ടി ഓടിക്കൂടി ഈ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന്റെ ഫ്രണ്ടോട് തുറന്നു കിടക്കുക. പക്ഷെ ഇത് എന്ത് പറ്റി? ഫ്രണ്ടോട് തുറന്നു കിടക്കുന്നതിന് ആരെയും കാണാനുമില്ല. മോളിൽ തീ കത്തുകയാണ്. അവരെ ആരാണ്ട് ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചു, ഫയർഫോഴ്സ് ദൂരെ നിന്ന് വരണം. അപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തെന്നറിയാമോ? അകത്തിരുന്ന ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അതുപോലെ ഓൾമോസ്റ്റ് റെസ്ക്യൂ ചെയ്യാവുന്ന സേഫും എല്ലാ കാര്യങ്ങളും, അലമാരിയും എല്ലാ സാധനങ്ങളും, എടുക്കാവുന്ന സകല സാധനങ്ങളും ഇവരെല്ലാവരും പുറത്ത് എടുത്ത് മാറ്റി. ഈ തീ കത്തുന്നതിന് മുമ്പായിട്ടെല്ലാം പുറത്തെടുത്ത് മാറ്റി. എല്ലാം തുറന്നിട്ടിരിക്കുക. എന്നിട്ട് അവർ ഓരോ മുറിയിലെ സാധനം പെറുക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു മുറി തുറക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് അകത്തുനിന്ന് പൂട്ടിയിരിക്കുക, അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ആരും അറിഞ്ഞില്ലല്ലോ ഇവിടെ ആളുണ്ടെന്നുള്ളത്. ഇത് അകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കാൻ അവർ പെട്ടെന്ന് കതകിൽ മുട്ടിക്കഴിഞ്ഞപ്പോൾ ഒരുത്തൻ ചാടി ഇറങ്ങി വന്നു. വീട്ടുകാരനാ. അയാളും അയാളുടെ കുടുംബാംഗങ്ങളും എല്ലാം കൂടെ ഈ മുറിക്കകത്ത് ഒരു എയർ കണ്ടീഷൻ റൂമാണ്, അതിനകത്തിരുന്ന്
അവർക്കുള്ള ഒരു ഫേവററ്റ് വീഡിയോ ഷോ കണ്ടുകൊണ്ടിരിക്കുക, ഒരു TV ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ രസത്തില് ഈ വീടിന്റെ മുകളിൽ തീ കത്തിയത് ഇവര് അറിഞ്ഞില്ല. നാട്ടുകാർ കണ്ടു, പക്ഷെ ഇവര് അറിഞ്ഞില്ല. നാച്ചുറൽ 3 നിലയുള്ള വീടായതുകൊണ്ട് മുകളിലത്തെ നിലയിൽ ഇവർ അറിഞ്ഞേ ഇല്ല. ഇയാൾ നോക്കിയപ്പോഴത്തേക്ക് വീട്ടിലെ സേഫും ഫ്രിഡ്ജും എല്ലാം മുറ്റത്ത്. ചാടി ഇറങ്ങി വന്ന്, ആരടാ എന്റെ വീട്ടിൽ കയറി എന്റെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിടാൻ, ആരടാ എനിക്ക് നിനക്ക് അനുവാദം തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞു, സാറേ ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷെ മുകളിലോട്ട് നോക്കിയേ, യുവർ ഹൗസ് ഈസ് ഓൺ ഫയർ. വീട് കത്തുക, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തു പോയതാ, അല്ലാതെ നിങ്ങളെ ഉപദ്രവിക്കണമെന്നോ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്തണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിട്ടല്ല. ഇത് തന്നെയാ നമ്മുടെ ഈ സുവിശേഷ പ്രവർത്തനത്തിന്റെ പിന്നിലെ പ്രേരണാ ഘടകം. വി നോ സംതിങ് ദാറ്റ് ദേ ഡു നോട്ട് നോ. അവർക്കറിയാൻ വയ്യാത്ത ഒരു കാര്യം നമുക്കറിയാം. എന്ത്? ദേ ആർ ഓൺ ഫയർ. അവരുടെ മേൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ അഗ്നി നരകത്തിലേക്ക് യാത്രയാവുകയാണെന്നുള്ളതും അവർക്കറിയത്തില്ല, അവരറിയുന്നില്ല. കാര്യം അവരതറിയാത്ത നിലയിൽ മറ്റ് കാര്യങ്ങളിൽ ഇൻവോൾവാണ്. അവരതറിയാത്ത നിലയിൽ ലോകത്തിന്റെ സുഖങ്ങളിലും ഭോഗങ്ങളിലും ലോകത്തിന്റെ സൗഖ്യങ്ങളിലും പണത്തിലും പദവികളിലും മദ്യത്തിലും ഒക്കെ അവര് മുഴുകിക്കിടക്കുകയാണ്. They do not know that they are on fire. Their house is on fire. അവരുടെ വീട് തീ കത്തുകയാണെന്നുള്ളത് അറിയാത്തതായ ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം ജനങ്ങൾ. പ്രിയമുള്ളവരെ, ഇത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിന് മിസ് ചെയ്ത വെളിപ്പാട് നമുക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ വെളിപ്പാട്. എന്താണ് ലോകത്തിന് മിസ് ചെയ്ത വെളിപ്പാട്? They do not know that they are on fire. They do not know that one day they need to stand before the judgment seat of Christ. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരു ദിവസം നിൽക്കേണ്ടി വരുമെന്നും കണക്ക് ചോദിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഇരിപ്പുണ്ടെന്നും അവനെല്ലാം കരുതി, എല്ലാം കണക്കുകളെല്ലാം എവറി അക്കൗണ്ട് എല്ലാം അക്കൗണ്ട് ചെയ്യുന്നുണ്ടെന്നും അവന്റെ ക്യാമറയിൽ എല്ലാം പതിഞ്ഞിട്ടുണ്ടെന്നും തിരിച്ചറിയാത്തവരായ ഈ സെലിബ്രിറ്റീസിനെ പോലെ ലോകത്തിന്റെ മോഹങ്ങളിൽ കിടക്കുന്ന ആളുകളെ കാണുമ്പോൾ സുവിശേഷം പറയാതിരിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. നമുക്കതറിയാമെങ്കിൽ, നമുക്കവരോട് സ്നേഹമുണ്ടെങ്കിൽ, ഒരുപക്ഷെ അവർ ചൂടായാലും, ഒരുപക്ഷെ അവർ നമ്മളോട് എതിർത്ത് പറഞ്ഞാലും, ഒരുപക്ഷെ അവർ നമ്മളെ ഹരാസ് ചെയ്താലും, ഒരുപക്ഷെ അവരൊന്ന് തല്ലിയാലും നമ്മളെന്ത് ചെയ്യും? പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. The love of Christ constraineth me. You know the story of David Wilkerson. ഇത് പറയുമ്പോഴെല്ലാം, സുവിശേഷം പറയുമ്പോഴത്തേക്ക് എന്ത് പ്രതികരണം ഉണ്ടായാലും അതൊന്നും നമ്മളെ മാറ്റി നിർത്തുന്നില്ല. ഡേവിഡ് വിൽക്കേഴ്സൺ, നിക്കി ക്രൂസിനെ ഞാൻ ചില സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ പറയാനുള്ള കാര്യമാണ്. ഡേവിഡ് വിൽക്കേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി നിക്കി ക്രൂസിനെ നിക്കി ക്രൂസിനോട് സുവിശേഷം പറയുന്ന, അല്ലെങ്കിൽ നിക്കി ക്രൂസിനെ ഇദ്ദേഹം കാണുന്നതായ 3 സന്ദർഭങ്ങൾ ക്രോസ് ആൻഡ് സ്വിച്ച് ബ്ലേഡിലുണ്ട്. റൺ ബേബി റൺ എന്ന് പറയുന്ന നിക്കി ക്രൂസിന്റെ ബുക്കിനകത്തുണ്ട്. ക്രോസ് ആൻഡ് സ്വിച്ച് ബ്ലേഡ് ഡേവിഡ് വിൽക്കേഴ്സന്റെ ബുക്കാണ്. ഈസ് നോ മോർ. ഡേവിഡ് വിൽക്കേഴ്സൺ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു ചെറിയ സഭയുടെ പാസ്റ്ററായിട്ട് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന് കൊടുത്ത ഒരു പ്രത്യേക ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് പുസ്തകം വായിക്കണം പ്രിയമുള്ളവരെ. റീഡ് ദ ബുക്ക് ക്രോസ് ആൻഡ് സ്വിച്ച് ബ്ലേഡ്. ഈവൻ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ മലയാളം, റൈറ്റ്? മലയാളത്തിൽ അത് നമുക്ക് പെട്ടെന്ന് അത് വായിച്ച് മനസ്സിലാക്കാൻ, ഗ്രഹിക്കാനായിട്ട് പറ്റും. കുരിശും കടാരയും എന്ന പേരിൽ ആ ബുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ ആ പുസ്തകം ഒന്ന് വായിക്കുക. ആ പുസ്തകം നിങ്ങൾക്ക് തീർച്ചയായിട്ടും, I assure you that you are going to be different if you read that book. നിങ്ങൾ ആ പുസ്തകം വായിച്ചാൽ നിങ്ങൾ ഡിഫറന്റ് ആയിരിക്കും. ഞാൻ 1980s വായിച്ച പുസ്തകമാണത്. 80s ഡേവിഡ് വിൽക്കേഴ്സൺ ഒരു ചെറിയ സഭയുടെ പാസ്റ്ററായിട്ട് വളരെ എന്താണ്, ഞാൻ ആ ഭാഗം വായിക്കുമ്പോഴേക്കും എനിക്ക് ഇപ്പോഴും ആലോചിക്കും. ആൻഡ് ഹി ഹാഡ് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV. അദ്ദേഹത്തിന് ഒരു അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കളർ TV, ഇത് 60s കാര്യമാണ്, 60കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് കളർ TV അത്ര കോമൺ അല്ല. ഹി ഹാഡ് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV, ബട്ട് he felt that he was spending more time. ഈ ടിവിയുടെ മുമ്പിൽ കൂടുതൽ സമയം ഇരിക്കുന്നോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഒരു ദിവസം കർത്താവ് അദ്ദേഹത്തോട് സംസാരിച്ചു, നീ എത്ര സമയമായി ടെലിവിഷന് മുമ്പിൽ ഇരിക്കുന്നത്? ഏത് സമയമാണ് നീ ടെലിവിഷന് വേണ്ടി സ്പെയർ ചെയ്യുന്നത്? ഏതാണെങ്കിലും നമ്മുടെ സമയം ഒന്ന് മാറ്റിയിട്ടല്ല മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? നമ്മളെപ്പോഴും എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒരു കാര്യം മാറ്റിയിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ, എന്നാലേ പറ്റുള്ളൂ. നമുക്കിപ്പോൾ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഉറക്കം മാറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും യാത്ര മാറ്റി വെക്കേണ്ടി വരും, അതിനുള്ള പ്രാർത്ഥന മാറ്റി വെക്കേണ്ടി വരും.
ഡേവിഡ് ലൂക്കസിനോട് കർത്താവ് ചോദിച്ചപ്പോഴത്തേക്ക് ഡേവിഡിന് മനസ്സിലായി, ഞാൻ മാറ്റിവെച്ച സമയം എന്റെ പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മളിൽ മിക്കവരും ചെയ്യുന്നതാണ്. അതൊരു ഫാക്റ്റാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ സമയം ദയവ് ചെയ്ത് ടെലിവിഷൻ അപകരിച്ചുകൊണ്ട് പോകരുത്. ഈ കുന്ത്രാണ്ടം കണ്ടില്ല എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനില്ല. അവിടെയുള്ളത് എനിക്കൊരു ചിന്തയുണ്ട്. ഞാൻ പഠിച്ച പണി ജേർണലിസം അറിയാം. എനിക്ക് ഒരു പത്രം വായിച്ചാൽ മതിയാകത്തില്ലായിരുന്നു. കാര്യം ഞാൻ പത്രം വായിച്ചുകൊണ്ടിരുന്നത്, എന്റെ ട്രെയിനിങ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പത്രം വായിച്ചുകൊണ്ടിരുന്നത് വാർത്ത അറിയാനല്ല, വാർത്തയെ ഓരോരുത്തർ എങ്ങനെ കാണുന്നു എന്നറിയാനാണ്. വാർത്തയുടെ അനാലിസിസ് ആണ് നമുക്ക് കൂടുതലും. എല്ലാവർക്കും അങ്ങനെ ആകണമെന്നൊന്നുമില്ല, നമ്മൾ നോർമലി വാർത്തയാണ്. പക്ഷെ എന്റെ പ്രൊഫഷൻ അതായിരുന്നതുകൊണ്ട് എനിക്ക് പല പത്രങ്ങൾ വായിച്ചാലേ മതി വരത്തുണ്ടായിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് വീക്കിലീസും കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരുന്നതാണ്. ആൻഡ് ഈവൻ ടെലിവിഷൻ ആണെങ്കിലും എന്നെ പറയാൻ ഞാൻ ഇത് ഐ ടെൽ അബൌട്ട് ഇയേഴ്സ് ബാക്ക്. അങ്ങനെ ഇരിക്കെ കർത്താവ് എന്നോട് കുറെ ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ഒറീസയിൽ 5 years ബാക്ക്, 5 വർഷം മുമ്പോ 6 വർഷം മുമ്പോ. അപ്പോൾ ഒറീസയിൽ ഞാൻ പോയി ഒരു 3 months ഞാൻ അവിടെ 2-3 months ഐ വാസ് ദെയർ. അന്ന് ഞാൻ പത്രവും വായിച്ചില്ല. കാര്യം പത്രമില്ല, ടെലിവിഷൻ കണ്ടില്ല, കാര്യം കറണ്ടില്ല, വിവരങ്ങളൊന്നും അറിയുന്നില്ല, കാര്യം ഫോണില്ല. ആൻഡ് ഐ വാസ് പ്രേയിങ്. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരു ദിവസം പത്രം വായിച്ചപ്പോൾ ഞാൻ കണ്ടു ആന്റണിയുടെ സുരക്ഷാ കാരണങ്ങളാൽ സുരക്ഷയുടെ കാരണങ്ങളുടെ പ്രവർത്തനം മുഖേന മറ്റുള്ള മന്ത്രിമാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പൊ ഞാൻ ഇങ്ങേർക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്ന ആളല്ലല്ലോ, ഇതെന്തോ ഇങ്ങേർക്ക് ഇത്ര വലിയ സുരക്ഷ. പിന്നെ മനസ്സിലായത് ഇങ്ങേര് ആഭ്യന്തരമന്ത്രി ആയെന്ന്. അപ്പൊ എനിക്കൊരു ആശ്വാസമായി. ഞാൻ പത്രം വായിച്ചില്ലെങ്കിലും പുള്ളി ആഭ്യന്തരമന്ത്രി ആയിക്കോളുമല്ലോ. നമ്മുടെയൊക്കെ ചിന്ത നമ്മൾ പത്രം വായിച്ചില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലെന്ന്. പ്രിയമുള്ളവരെ, നിങ്ങൾ പത്രം വായിച്ചില്ലെങ്കിലും ടെലിവിഷൻ കണ്ടില്ലെങ്കിലും ലോകത്ത് നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നോളും. അതിനൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെയൊക്കെ ചിന്ത നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ളത്. വായിക്കുന്നതിലൂടെ നമ്മളങ്ങ് ചെയ്യുന്നതാണ്. ഞാൻ പത്രം വായിക്കുന്നതിനൊന്നും അല്ലെങ്കിൽ ടി വിയിലെ ന്യൂസ് കാണുന്നതിനൊന്നും എതിര് പറഞ്ഞൊന്നുമല്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്രയേറെ അനിവാര്യമൊന്നുമല്ല ഈ കാര്യം എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. കാൽവരി മലമുകളിൽ ക്രൂശിച്ചു നാഥനെയവർ. കാൽവരി മലമുകളിൽ ക്രൂശിച്ചു നാഥനെയവർ. താതൻ മാനവ രക്ഷയ്ക്കായി ക്രൂശിന്മേൽ യാഗമായി. താതൻ മാനവ രക്ഷയ്ക്കായി ക്രൂശിന്മേൽ യാഗമായി. നിനക്കായല്ലയോ സർവ്വതും സഹിച്ചതും, നിനക്കായല്ലയോ സർവ്വതും സഹിച്ചതും. കാൽവരി മലമുകളിൽ കാൽവരി മലമുകളിൽ കാണുന്നു നാഥ നിൻമുഖം. കാൽവരി മലമുകളിൽ കാണുന്നു നാഥ നിൻ
മലമുഖം ഇരുവർ നടുവിൽ മരക്കുരിശിൽ സ്നേഹനാഥനെ കാണൂ നീ. ഇരുവർ നടുവിൽ മരക്കുരിശിൽ സ്നേഹനാഥനെ കാണൂ നീ. നിനക്കായല്ലയോ സർവ്വതും സഹിച്ചതും, നിനക്കായല്ലയോ സർവ്വതും സഹിച്ചതും. കാൽവരി മലമുകളിൽ കാൽവരി മലമുകളിൽ കേൾക്കുന്നു നാഥ നിൻ സ്വരം. കാൽവരി മലമുകളിൽ കേൾക്കുന്നു നാഥ നിൻ സ്വരം. ദാഹജലം നൽകുവാനായി ശാന്തനായി കേഴുന്നു. ദാഹജലം നൽകുവാനായി ശാന്തനായി കേഴുന്നു. നിനക്കായല്ലയോ സർവ്വതും സഹിച്ചതും, നിനക്കായല്ലയോ സർവ്വതും സഹിച്ചതും. കാൽവരി